ഹായ് ഗൈസ്, അങ്ങനെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് പെയ്ഡ് വാച്ച് അവറിനെ കുറിച്ചാണ്. എന്താണ് ഈ പെയ്ഡ് വാച്ച് അവർ, എങ്ങനെയാണ് ഈ പെയ്ഡ് വാച്ച് അവർ വർക്കാവുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. പെയ്ഡ് വാച്ച് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഏകദേശം വാച്ച് അവർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. വാച്ച് അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയിൽ ഈ പറയുന്ന കാണികൾ ഈ പറയുന്ന നമ്മൾ വീഡിയോ ചിലവഴിക്കുന്ന ടൈമിനാണ് വാച്ച് അവർ എന്ന് പറയപ്പെടുക. അപ്പോൾ നമുക്ക് ഈ വാച്ച് അവർ നമുക്ക് 4000 വാച്ച് അവറും പിന്നെ അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പലർക്കും നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും സബ്സ്ക്രൈബർ എളുപ്പം എത്തിക്കും, പക്ഷേ വാച്ച് അവർ എത്തിക്കാനായിട്ട് അവർ കുറച്ച് ബുദ്ധിമുട്ടാവും. അത് പൊതുവെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്, പുതിയ യൂട്യൂബേഴ്സൊക്കെ. അപ്പം ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പല മാർക്കറ്റിംഗ് ഏജൻസികളും നമ്മളെ സമീപിക്കുകയും അതുപോലെ തന്നെ നമുക്ക് വാച്ച് അവർ കുറച്ച് നേരത്തെ തന്നെ ഒരു നേടിത്തരാമെന്ന് പറയുകയും അവർ ചെയ്യുന്നത്. അതിന് നമ്മൾ ചെറിയൊരു തുക അവർക്ക് കൊടുക്കേണ്ടി വരും. അതിനുശേഷമാണ് ഇവർ നമ്മളെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അവരുടെ ടീമിനെ കൊണ്ട് ഈ പറയുന്ന വാച്ച് അവർ എത്തിക്കുകയും ചെയ്യും. അതാണ് നോർമലി നടന്നു വരുന്നത്. ഇത് എൻ്റെ അടുത്ത് ഇത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതും ചെയ്യാത്തതും ഈ പറയുന്ന നമ്മളെ മൈൻഡ് സെറ്റാണ്. അതായത് നമുക്ക് ഈ ഒരു കോൾ എടുക്കണം, അതായത് എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ചാനൽ ഈ പറഞ്ഞ വാച്ചർ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ചെയ്യാം. പക്ഷേ ഞാൻ പേഴ്സണൽ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് എന്താ പറയുക, ഈ പഴം ഉണ്ടല്ലോ, ഈ പഴമൊക്കെ നമുക്ക് തല്ലി പഴുപ്പിക്കുന്നതുകൊണ്ട് അതായിട്ട് പഴുത്ത് വരുന്നതുകൊണ്ട് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഹാർഡ് വർക്കും ചെയ്ത് നമ്മളെ ഓഡിയൻസിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് ഇട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ആലോചിക്കാനുള്ള ടൈം നമുക്കുണ്ട്. അതായത് നമുക്ക് എന്തൊക്കെ കണ്ടൻറ്റ് ചെയ്ത് എങ്ങനത്തെ ഓഡിയൻസിനെ നമുക്ക് ടാക്കിൾ ചെയ്യാന്നുള്ള ഓപ്ഷൻ നമുക്ക് മൈൻഡ് സെറ്റിലുണ്ടാവും. നമ്മളിപ്പോൾ സ്ട്രഗിൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഓരോ ദിവസം പോകുന്നതും പുതിയ ഐഡിയാസും കാര്യങ്ങളെല്ലാം നമ്മളെ മൈൻഡിൽ വരുന്നുണ്ടാവും. അപ്പം നമ്മൾ അത് വെച്ചായിരിക്കും നമ്മൾ പുതിയ ഐഡിയാസ്, പുതിയ ട്രെൻഡ്സ് നമ്മൾ യൂട്യൂബിൽ പല റിസർച്ച് നമ്മൾ ചെയ്യും, എങ്ങനെ നമുക്ക് വാച്ചർ എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ പല വീഡിയോകൾ നമ്മൾ കാണും, പല വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കും, എങ്ങനെയൊക്കെയാണ് ഇത് പറയുന്ന വാച്ചർ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോളജ് ഗെയിൻ ചെയ്ത് നമ്മളൊരു എക്സ്പേർട്ടാവും. അപ്പോൾ അതിനൊരു ടൈമുണ്ട്. ഒറ്റയടിക്കാൻ നമുക്കിപ്പം പറഞ്ഞ LKG ഒറ്റയടിക്കാൻ പാസ്സായി നേരെ അങ്ങ് PhD ഒന്നും എടുക്കാൻ പോകില്ല. അതിനൊരു ടൈമുണ്ടല്ലോ. LKG UKG 1 2 3 അങ്ങനെ ഒരു ടൈമുണ്ടല്ലോ. ഇതിനും ഒരു ടൈമുണ്ട്. ഇതിന് പതുക്കെ ഒരു ടൈമുണ്ട്. ആ ടൈം എടുത്ത് നിങ്ങൾ ചെയ്യുന്നതാണ് കുറച്ചൊരു ബെറ്റർ. എങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന എങ്ങനെ ഇൻ കേസ് നിങ്ങളൊരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഈ പറയുന്ന എന്തെങ്കിലും കാരണങ്ങളാൽ പോയെന്ന് വയ്ക്കുക, റിമൂവ് ആയെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിലും ചാനൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓഡിയൻസിൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇത്രയും നോളേജ് ഉണ്ട്. കാരണം നിങ്ങൾ ആ വഴി കൂടെയാണ് നിങ്ങൾ വന്നേക്കുന്നത്. ഇത്രയും നോളേജ് നിങ്ങൾ ഗെയിൻ ചെയ്തിട്ടാണ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇത്രത്തോളം എത്തിച്ചത്. പക്ഷേ ആ യൂട്യൂബ് ചാനൽ കട്ടായി പോയെന്ന് വയ്ക്കുക. നിങ്ങൾക്ക് പെട്ടെന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വാച്ച് അവർ എത്തിക്കേണ്ട സമയം ഈ സെക്കൻഡ് യൂട്യൂബ് ചാനൽ അത്ര വരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾ 1 വർഷമോ ഇല്ലെങ്കിൽ 2 വർഷമോ കൊണ്ട് വാച്ച് അവർ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടങ്ങി അതിനകത്ത് വാച്ച് അവർ എത്തിക്കാൻ നിങ്ങൾക്ക് വെറും മന്ത്സ് മാത്രം മതി. ചിലപ്പോൾ 1-2 മാസത്തിൽ തന്നെ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ നോളജിൽ തന്നെ വന്ന് കളിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ റെക്കമെൻഡാണ് ഞാൻ അത് പറയുന്നത്. കാരണം ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് എഫേർട്ട് വരുന്നതാണ് ഒരു വിജയം എന്ന് പറയുന്നത്. അതല്ലാതെ ഈ പറയുന്ന പ്രത്യേകിച്ച് അതായത് തേർഡ് പാർട്ടി ആരെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്ത് വിടുന്നത് അത്ര ഉത്തമമല്ല. ഇൻ കേസ് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും യൂട്യൂബ് ചാനലിൽ ഇഷ്യൂസ് വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഒന്നും കൂടി തുടങ്ങണമെങ്കിൽ പിന്നെ ഒന്നും കൂടി നമുക്ക് തുകയും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമ്മൾ സെയിം എഫേർട്ട് നമ്മൾ ഇൻ കേസ് യൂട്യൂബ് ചാനൽ അടിച്ച് പോയാലും അടുത്തൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമുക്ക് ഈ പറയുന്ന ഈ ഓഡിയൻസിനെ കൊണ്ടുവരാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം നമ്മളെ രീതിക്ക് നിൽക്കുക, നിങ്ങളായിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക, അതുവഴി നിങ്ങളെ ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യുക. ആ ഓഡിയൻസ് നിങ്ങളോട് എപ്പോഴും കാണും. ഇൻ കേസ് നിങ്ങൾക്ക് ഈ പറയുന്ന എളുപ്പം വേണമെന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് ഈ ഉടനെ അടുത്ത് 2 മാസം അല്ലെങ്കിൽ 1 മാസത്തിനകത്ത് എനിക്ക് മോണിറ്റൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ രീതിക്ക് തന്നെ പോവുക. ഈ പറയുന്ന മാർക്കറ്റിംഗ് കമ്പനീസിനെ കാര്യങ്ങൾ സമീപിക്കാം. അത് നിങ്ങളുടെ കോളാണ്. ഞാൻ പറഞ്ഞവരെ കുറ്റം പറയല്ല, അവരൊരു സർവീസാണ് തരുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങളായിട്ടുള്ള ഓൺ കണ്ടൻറ്റ് ചെയ്ത് നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ പറയുന്ന വാച്ച് അവർ എത്തിക്കുക. അത് 1 year ആയാലും 2 year ആയാലും നിങ്ങളെ എഫേർട്ട് ഇട്ട് എത്തിക്കുമ്പോൾ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും.